കൊല്ലം കമ്മീഷണർ ഓഫീസിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യാ ഭീഷണി. കിളികൊല്ലൂർ സൈനിക മർദ്ദന കേസിൽ ആരോപണ വിധേയനായ ASI സജീലയാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. തനിക്കെതിരെ സേനയ്ക്കുള്ളിൽ പകപോക്കൽ നടക്കുന്നു എന്നാരോപിച്ചാണ് ആത്മഹത്യാ ഭീഷണി. കമ്മീഷണർ സ്ഥലത്തെത്തി അനുരഞ്ജന ചർച്ച നടത്തുന്നുണ്ട്. അരുൺരാജ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺരാജ്, എന്താണ് ഇവരെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ എങ്ങനെയാണ്? പുതിയ വിവരങ്ങൾ എന്താണ് അരുൺരാജ്? റിജിത്ത്, കൊല്ലം കിളികൊല്ലൂർ പോലീസ് സൈനികനെ മർദ്ദിച്ച കേസ്, ആ കേസ് നമുക്കെല്ലാം അറിവുള്ളതാണ്. ആ കേസുമായി ബന്ധപ്പെട്ട അന്ന് ആരോപണ വിധേയായ ASI സജീല വാഹിദാണ് ഇപ്പോൾ ഇന്ന് രാവിലെ കിളികൊല്ലൂർ പോലീസ് സ്റ്റേഷനിലെത്തി ആത്മഹത്യാ ഭീഷണി ആദ്യം മുഴക്കിയത്. തനിക്കെതിരെ നടക്കുന്നത് രാഷ്ട്രീയമായ പകപോക്കലാണ്. 3 വർഷമായി താൻ ഈ പകപോക്കലിന്റെ ഇരയായി തുടരുകയാണ്. അതിൽ പോലീസ് സേനയിലെ ഔദ്യോഗിക വിഭാഗം തന്നെ ഇതിന്റെ നേതൃത്വം വഹിക്കുന്നു എന്ന വലിയ വിമർശനമാണ് സജീല മുന്നോട്ട് വെച്ചത്. ഒടുവിൽ അവിടെ നിന്ന് എനിക്ക് പിന്നിൽ കാണുന്ന കൊല്ലം കമ്മീഷണർ ഓഫീസിലേക്ക് എത്തുകയായിരുന്നു. കൊല്ലം കമ്മീഷണർ ഓഫീസിലെത്തിയ സജീല പിന്നീട് ഈ പെട്രോളുമായിട്ടാണ് എത്തിയത്. കയ്യിൽ ഒരു കുപ്പി പെട്രോളുമായിട്ടാണ് എത്തിയത്. കമ്മീഷണർ ഓഫീസിലെത്തി ഇതേ ഭീഷണി വീണ്ടും ആവർത്തിച്ചു. പക്ഷേ കമ്മീഷണർ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. തുടർന്ന് ACP അടക്കമുള്ളവർ സ്ഥലത്തെത്തി അനുരഞ്ജന ചർച്ചകൾ നടത്തിയെങ്കിലും സജീല വഴങ്ങാൻ കൂട്ടാക്കിയില്ല. കമ്മീഷണർ നേരിട്ടെത്തി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം പറയണം. തനിക്ക് 3 വർഷമായി താൻ ഇതിന്റെ പീഡനത്തിന്റെ ഇരയാണ്. ഇത്തരമൊരു കേസ് ഉണ്ടായാൽ അതിൽ എന്താണ് നടന്നതെന്ന കാര്യം വസ്തുത പരിശോധിക്കണം. തന്നെ എന്തിനാണ് ഇത്തരത്തിൽ രാഷ്ട്രീയപരമായ ഒരു പകപോക്കലിന് ഇട്ടുകൊടുക്കുന്നത് സേനയിലെ ഉദ്യോഗസ്ഥർ തന്നെ എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ മറുപടിയും പരിഹാരവും ഉണ്ടാകണമെന്ന ആവശ്യമാണ് സജീല വാഹിദ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. എന്നാലും കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഇപ്പോഴും അനുരഞ്ജന ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കമ്മീഷണർ ഓഫീസിൽ പെട്രോളുമായിട്ടാണ് കമ്മീഷണർ ഓഫീസിൽ നേരിട്ടെത്തി ഈ യൂണിഫോമിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ഭീഷണി അടക്കം മുഴക്കിയത്. എന്തായാലും സംഭവത്തിൽ പോലീസ് തന്നെ ഞെട്ടലിലാണ്. ഈ സ്ഥലത്ത് സിറ്റി പരിധിയിലുള്ള വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി അനുരഞ്ജന ചർച്ചകൾക്ക് പോലീസ് ഉദ്യോഗസ്ഥർ ആദ്യഘട്ടത്തിൽ നേതൃത്വം നൽകിയിരുന്നു. ആദ്യഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നത് പുരുഷ പോലീസുകാർ മാത്രമായിരുന്നു. പക്ഷേ അവരെ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്നതല്ല എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചടക്കം ഇക്കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിച്ചു. ഒടുവിൽ ഇപ്പോൾ കമ്മീഷണർ നേരിട്ട് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ സജീലയുമായി ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കമ്മീഷണറുമായി സംസാരിക്കണമെന്ന ആവശ്യം സജീല മുന്നോട്ട് വെച്ചിരുന്നു. എന്തായാലും അനുരഞ്ജന ചർച്ചകൾ ഇപ്പോഴും കമ്മീഷണർ ഓഫീസിൽ പുരോഗമിക്കുകയാണ്. അരുൺരാജി, സജീല കൂടുതലായി വ്യക്തമാക്കുന്നത് എന്താണ്? ഈ ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ പേരെടുത്ത് പറഞ്ഞ് അവരൊക്കെ ഇതിന് കൂട്ടുനിൽക്കുന്നു എന്നുള്ള വിമർശനം ഉന്നയിക്കുന്നുണ്ടോ? ഇതിൽ അവർ കമ്മീഷണർക്ക് മുമ്പിൽ വെക്കുന്ന ആവശ്യം എന്താണ് അരുൺരാജ്? റിജിത്തെ, ഏറ്റവും പ്രധാനമായി അവർ പറയുന്നത് തനിക്കെതിരെ നടക്കുന്നത് രാഷ്ട്രീയമായ പകപോക്കലാണ്. രാഷ്ട്രീയമായ ഇരയാണ് താൻ. അത് ഈ പോലീസ് സേനയിലെ ഔദ്യോഗിക വിഭാഗം തന്നെ തനിക്കെതിരെ വലിയ രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. തന്നെ നിരന്തരമായി ഈ നടപടികൾക്ക് വിധേയമാക്കുന്നു. അത് ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടിയാണ്. താൻ ഔദ്യോഗിക പക്ഷത്തിന്റെ വക്താവല്ല, അതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഔദ്യോഗിക പക്ഷത്തിൽ നിൽക്കുന്ന ആളല്ല, അതുകൊണ്ട് തന്നെയാണ് തനിക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഉണ്ടാക്കി ഇതിൽ കുടുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ തനിക്കൊരു മോചനം വേണം. തനിക്ക് ഈ വർക്ക് പ്രഷർ, ഈ വർക്ക് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ജോലിയുടെ സമ്മർദ്ദത്തിനൊപ്പം തന്നെ ഇത്തരത്തിൽ തന്റെ സേനയിൽ നിന്ന് തന്റെ സഹപ്രവർത്തകർ തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിൽ മാനസികമായി തന്നെ പീഡിപ്പിക്കുകയാണ്. ഇനിയും മുന്നോട്ട് പോകാൻ കഴിയില്ല, ഇതിൽ ഭേദം മരിക്കുന്നതാണ് എന്ന് ആരോപിച്ചാണ്, ആ വാദവുമായിട്ടാണ് സജീല കമ്മീഷണർ ഓഫീസിലേക്ക് എത്തിയത്. എന്തായാലും ഈ കമ്മീഷണർ ഓഫീസിൽ എത്തിയ സജീലയ്ക്ക് കമ്മീഷണറെ ആദ്യഘട്ടത്തിൽ നേരിൽ കാണാൻ കഴിഞ്ഞിരുന്നില്ല. ACP ആണ് പിന്നീട് ഉണ്ടായിരുന്നത്. ACP സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവർ വഴങ്ങാൻ കൂട്ടാക്കിയില്ല. ഒടുവിൽ ശരി, അരുൺരാജ് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.